ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്ക് പറയലാണ്. അതിനർത്ഥം നമ്മൾ പ്രതിരോധിക്കേണ്ടതാണോ? ഒന്നും പറയേണ്ടവർ എന്ത് ചെയ്തു പറഞ്ഞാലും ചില പ്രതിരോധം മൗനം കൊണ്ടായിരിക്കും ഏറ്റവും നല്ലത്. ചിലതിന് മറുപടി മൗനമാണ്, ചിലതിന് മറുപടി മൗനമാണ്. അത് നമുക്ക് തീരെ മനസ്സിലാവാത്ത എന്താ? ചിലതിന് മറുപടി എന്താണ്? മൗനാണ്. ആൾക്കാർ പലതും എഴുതി വിടുന്നുണ്ടാവും, പല ക്ലിപ്പും പലത് മനുഷ്യന്മാർ ഈ ഇൻ്റർനെറ്റും സംവിധാനങ്ങളൊക്കെ ഉള്ള കാലമായതുകൊണ്ട് ഇതിനൊന്നും നിങ്ങളുടെ കുടുംബപരമായ വിഷയം, നിങ്ങളുടെ സംഘടനാ വിഷയങ്ങൾ, നിങ്ങളുടെ മറ്റേതെങ്കിലും വിഷയങ്ങൾ, ഇതിലൊക്കെ എന്തിനാണ് അതൊക്കെ അവർ എഴുതി വിട്ടോട്ടെ. ചിലതിൻ്റെ മറുപടി മിണ്ടാതിരിക്കലാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ അന്ന് മുസ്ലിമായിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയം സംഭവിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും അപായപ്പെടാതെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹു തആല. അങ്ങനെ ഇരിക്കുമ്പോൾ അബൂ സുഫിയാൻ വന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട്, അഫീകും മുഹമ്മദു, മുഹമ്മദ് നബി ഉണ്ടോ? നബി തങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. സഹാബി നബി പറഞ്ഞു, മറുപടി പറയണ്ടെന്ന് പറഞ്ഞു. നബി ഉണ്ട് എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ കലി കയറാൻ അവർ വിചാരിച്ചു റസൂലുള്ളാഹി തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ കിംവദന്തി റൂമർ വരുത്തിയിരുന്നു. തങ്ങൾ പറഞ്ഞു, മറുപടി പറയണ്ട. അഫീകും അബൂബക്കർ, അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, മിണ്ടണ്ട മറുപടി. അഫീകും ഉമർ ഉണ്ടോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, മറുപടി പറയരുത്. ആരും പറഞ്ഞില്ല. അപ്പൊ അബൂ സുഫിയാൻ ഉറക്കെ പറഞ്ഞു, യൗമൻ ബിയൗം, ഒരു ദിവസത്തിന് പകരം മറ്റൊരു ദിവസം, ബദറിന് പകരം ഉഹദ്. അൽ ഹർബു സിജാൽ, യുദ്ധം ഇങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾ ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ഖതൽനാകും, നിങ്ങളെ ഞങ്ങൾ കൊന്നു. ബിഖത്ല ബദറിൻ, ബദറിൽ ആളുകളെ കൊന്നില്ലേ, അതിന് പകരം ഞങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ കൊന്നു. നബിയും സിദ്ദീഖും ഉമർ തങ്ങളും മരിച്ചു എന്ന വിചാരം. അപ്പൊ നബി തങ്ങൾ സ്വഹാബത്തിന് മറുപടി വരാൻ വേണ്ടി പറഞ്ഞു, ഇത് ദീനാണ് വിഷയം. ഇപ്പോ തങ്ങൾ പറയാൻ പറഞ്ഞു, ഖത്ലാനാ ഫിൽ ജന്ന, ഞങ്ങളെന്ന് മരിച്ചവർ സ്വർഗ്ഗത്തിലേക്കാണ്. വഖത്ലാകും ഫിന്നാർ, നിങ്ങളെന്ന് മരിച്ചവർ നരകത്തിലേക്കാണ്. അപ്പൊ മറുപടി വരാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അബൂ സുഫിയാൻ ഒന്നുകൂടെ പറഞ്ഞു, ലനാ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സ ദൈവമുണ്ട്, ഉസ്സ എന്ന വിഗ്രഹമുണ്ടല്ലോ, നിങ്ങൾക്ക് ഉസ്സ ഇല്ലല്ലോ. തങ്ങൾ പറഞ്ഞു, മറുപടി കൊടുക്കിൻ, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു, നിങ്ങൾക്ക് രക്ഷിതാവില്ലല്ലോ. ലാ മൗലാ ലക്കും, നിങ്ങൾക്ക് സംരക്ഷണം തരൂല അല്ലാഹു പറയുന്നു പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിന്റെ ആദ്യ ഭാഗം മൗനം ദീക്ഷിക്കാൻ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അബൂ സുഫിയാൻ നിർത്തിയില്ല. തങ്ങൾ മറുപടി പറയാം. ഇങ്ങനെ മറുപടി, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് മറുപടി. എന്ത് ശുഹദാ പോകുന്ന സ്വർഗ്ഗത്തിലേക്കാണ്, കുഫാർ പോകുന്ന നരകത്തിലേക്കാണ്. ആ യാഥാർത്ഥ്യം പറയാൻ വേണ്ടി പറയും. വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമല്ലോ. അല്ലാഹു മൗലാന ലാ മൗലാ ലക്കും, ഞങ്ങളുടെ മൗല അല്ലാഹുവാണ്, നിങ്ങൾക്ക് ആരാണ് സംരക്ഷണം തരിക പറയാൻ വേണ്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ ശിഷ്യഗണങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ലോകം കണ്ട പ്രഗൽഭനായ ഇമാം, 7 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ഇമാം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉസ്താദാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടായിരുന്ന ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യൻ, 7 ലക്ഷം മനപ്പാഠമുള്ള അഹ്മദ് ഇബ്നു ഹംബൽ അബൂ അബ്ദുല്ലാഹ് എന്നറിയപ്പെടുന്ന മഹാൻ ഇമാമുൽ ഇറാഖ് കണ്ട ഇമാമുൽ ഹദീസ്, ലോകം കണ്ട ഹദീസിന്റെ പണ്ഡിതൻ മഹാനായ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരെ വല്ലാതെ ചീത്ത പറഞ്ഞു. യശ്തിമുഹു വയഖദിഉഹു ബിസ്സബ്ബി വശതം, ഒരുപാട് ചീത്ത പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, യാ അബാ അബ്ദുല്ലാഹ്, യാ അബാ അബ്ദില്ലാഹ്, അല്ലയോ ശൈഖ് അവറുകളെ, റുദ്ദ അലാ ഹാദാ സഫീഹി, ഈ വിവരമില്ലാത്ത മനുഷ്യന് മറുപടി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. എന്താ മറുപടി? ലാ, നമ്മൾ മറുപടി കൊടുക്കണ്ട. ഫഅൈനൽ ഖുർആൻ, ഇദൻ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം, ആ കാര്യം നമുക്ക് പിന്നെ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? അല്ലാഹു പറഞ്ഞത് എന്താണ്? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ وإذا خاطبهم الجاهلون قالوا سلاما. وعباد الرحمن, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? الذين يمشون على الأرض هونا, അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടുകൂടെ നടക്കുന്ന
ഇഷ്ടപ്പെട്ടവരാണ്. നമ്മൾ നീലേശ്വരൻ അവസ്ഥാനം കണ്ടു, ഞങ്ങൾ അവിടെ എല്ലാത്തോണ്ട് ഞാൻ പറയാം, എന്തോ ഒരു വല്ലാത്ത മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നി വല്ലാഹി ഉഹിബ്ബുഹു ഫില്ലാ, എനിക്ക് അള്ളാഹുവിനെ വിചാരിച്ചവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു നല്ല മനുഷ്യൻ, എന്തൊരു നല്ല വിനയവും ഇൽമുള്ള മനുഷ്യൻ. ഇത് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം. നിങ്ങൾക്ക് മുറ്റത്തെ മുല്ലൊക്കെ മണമുണ്ടായിട്ടില്ല എന്ന് വരും. വഫാത്തായി കഴിഞ്ഞാലായിരിക്കും ബോധ്യം വരിക. പിന്നെ അനുസ്മരണ പത്രിക വരുമ്പോൾ പടച്ചോനെ ഇങ്ങനത്തെ വലിയ ആളായിരുന്നു നമ്മുടെ ഉസ്താദ് എന്ന് പിന്നെ ബോധ്യപ്പെടുക. കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊരുത്തമായി കൂടി വലിയ മഹാനല്ലേ. എന്താ അതാണ് ദീൻ. യംശൂന അലൽ അർളി ഹൗന, അവർ മെല്ലെ നടക്കുള്ളൂ ഭൂമിയിൽ. അവരിങ്ങനെ പൂട്ടിപ്പാറ്റുന്ന വീടുകളുടെ സ്റ്റേജുകൾ വരുമ്പോൾ പൂട്ടിപ്പാറ്റി ജഗ പോകാം. ഇതൊന്നും അള്ളാന്റെ ആൾക്കാർ ചെയ്യൂല. യംശൂന അലൽ അർളി ഹൗന, വളരെ വിനയത്തിൽ വളരെ താഴ്മയിൽ. ഞങ്ങൾ മണ്ണിനോടൊപ്പമാണ്, ഞങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇങ്ങനെ അവർ സംസാരിക്കും. ഒരു ശബ്ദം തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് ആ വർത്താനം ശബ്ദം പതുക്കെ പറയാവൂ. ഓ എന്ന് പറഞ്ഞ് പറയണ്ട. എന്തേ? അത് അഹങ്കാരത്തിന്റെ രൂപമാണ്. ശബ്ദം താഴ്ത്തി പറയാം, ശബ്ദം താഴ്ത്തി. നടക്കുമ്പോൾ ഭൂമിയിലേക്ക് നോക്ക്. ഹൗനൻ, ഞാൻ നിസ്സാരനാണ് എന്ന ബോധത്തോടുകൂടെ നടക്ക്. അതാണ് ഇബാദുർ റഹ്മാൻ. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ടവർ അങ്ങനത്തവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം ജെന്യൂനും ഫ്രോഡും എവിടെയാണ്. അതിനുള്ള ബുദ്ധിയൊക്കെ അള്ളാഹു മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിനുള്ള കാണിച്ചു തരാൻ പറ്റിയ ആലിമീങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ, വലിയ നിഅമത്തല്ലേ അത്. യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന, വിവരമില്ലാത്ത മനുഷ്യന്മാർ വല്ലതും പറഞ്ഞാൽ ഖാലു, അവരെന്താ പറയാ? സലാമൻ, ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്, നിങ്ങളോട് ഞാൻ മറുപടി പറയാനില്ല എന്ന് പറയുന്നവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു. ഇങ്ങനെ ഒരാൾ വന്ന് ചീത്ത പറഞ്ഞതിന് നമ്മൾ എന്തിനു മറുപടി കൊടുക്കണം? അല്ലാഹു പറഞ്ഞില്ലേ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത മനുഷ്യന്മാർ വല്ലതും പറഞ്ഞാൽ അതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുന്നവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർ. നമ്മൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാവണ്ടയോ? കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്കുകൾ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാല മുസ്ലിമീങ്ങളിൽപ്പെട്ട മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഉസൈദ് ബിൻ ഹുദൈർ എന്നവർ വരുന്നു. അന്ന് അദ്ദേഹം മുസ്ലിമല്ല. ഉസൈദ് ബിൻ ഹുദൈർ എന്നവർ പിന്നെ മുസ്ലിമായി. പക്ഷെ അന്ന് മുസ്ലിമല്ല, മുസ്ലിമാണ് മുസ്അബ് ബിൻ ഉമൈർ. അവരാരെ കണ്ടാലും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. നിനക്ക് മുസ്ലിമായി കൂടെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തൂടെ? അവനല്ലേ നിന്നെ പടച്ചത്, അവനല്ലയോ നിന്റെ രക്ഷിതാവ്, അവനല്ലേ ഈ ലോകം പടച്ചത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ് ഉസൈദ് ബിൻ ഹുദൈർ എന്നവര് റളിയല്ലാഹു അൻഹു പറയാം, അവർ സ്വഹാബിയായി മാറിയ സ്വഹാബി എന്ന മുമ്പത്തെ കഥ ഞാൻ പറയുന്നത്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹാബികളെ, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അന്ന് പക്ഷേ മുസ്ലിമല്ല. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, മുസ്അബ് ഇഅ്തസിൽനാ ഇൻ കുൻത ഫീ ഹാജത്തിൻ ഇലാ നഫ്സിക. മുസ്അബ്, നിനക്ക് നിന്റെ തടി വേണോ? പോയിക്കോ. അതല്ല വഇല്ലാ ഫഅ്തബിർ നഫ്സക മഖ്തൂലൻ, അല്ലെങ്കിൽ മുസ്അബ് നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. നിന്നെ ഞങ്ങൾ കൊല്ലും. എന്തിന്? അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ പേര്. അല്ലാഹുവിലേക്ക് വാന്ന് പറഞ്ഞാൽ കൊല്ലുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ഇസ്ലാമിന്റെ പ്രകാശം ഖൽബിലേക്ക് കയറിയിരിക്കുകയാണ്. ഉസൈദ് ബിൻ ഹുദൈർ എന്നവർക്ക് ആ പ്രകാശം ലഭിച്ചിട്ടില്ല. മുസ്അബ് എന്നവർ ശാന്തമായിട്ട് പറഞ്ഞു, അവതജ്ലിസു ഫതസ്മഉ. മുസ്അബ് തങ്ങൾ ഉസൈദ് ബിൻ ഹുദൈർ, നിങ്ങളൊന്ന് ഇരിക്കാനും ഒന്ന് കേൾക്കാനും ഒരുക്കമാണോ? ഒന്ന് ഇരിക്കോ, ഞാൻ പറഞ്ഞു തരട്ടെ. ഫഇൻ റദീത മാ അമർനാ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ. വഇൻ കരിഹ്തഹു, നിങ്ങൾക്കത് വെറുപ്പാണെങ്കിൽ കഫഫ്നാ അൻക മാ തക്റഹു, നിങ്ങൾക്ക് വെറുപ്പുള്ളത് ഞാൻ പറയൂല, ഞാൻ നിർത്തിക്കോളാം. ഇരിക്കോ എന്ന് ചോദിച്ചു. ഇരുന്നു. ഉസൈദ് ബിൻ ഹുദൈർ എന്നവർ ബുദ്ധിമാനിയാണ്. മുസ്അബ് എന്നവർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. വഖറഅ അലൈഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ മധുരമായി ഓതിയാൽ അതിനോളം രസമുള്ളത് വേറെയുണ്ടോ? ഖുർആൻ ഓതി കൊടുത്തു മുസ്അബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ എന്നവരുടെ മുഖത്ത് ഇങ്ങനെ പ്രകാശം കാണാൻ തുടങ്ങി. ഒരൊറ്റ വാക്കാണ്
ചോദിച്ചത് കൈഫ തസ്നഊന ഇൻ അറദ്തും അദ്ഖൂല ഫീ ഹാദ ദീൻ, ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വരണമെന്ന് തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ചോദ്യം സഹബന്മാർ പറഞ്ഞു കൊടുത്തു, വിഷമല്ല, നിങ്ങൾ പോയി ഒന്ന് കുളിക്കണം, ഒന്ന് കുളിച്ച് ശരിക്കൊന്ന് വൃത്തിയായിട്ട് വരണം. വഷ്ഹദ് എന്നിട്ട് പറഞ്ഞേക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞാൽ തന്നെ മുസ്ലിമായി, ഇത് പറഞ്ഞാൽ തന്നെ മുസ്ലിമായി. കുളിക്കുക, വൃത്തിയാവോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മനുഷ്യരിലേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിന്റെ ദൂതരാണ്. ഇത് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ചു. അതുകൊണ്ട് നമുക്ക് മതപരിവർത്തനം പറ്റുക. എങ്ങനെ മതപരിവർത്തനം? ഇസ്ലാം കിടക്കുന്നത് കൽബിലാണ്, ഇസ്ലാം കിടക്കുന്നത് കൽബിലാണ്. അത് ഇസ്ലാമിലേക്ക് വരാനും നിർബന്ധിച്ചിട്ട് കാര്യമില്ല, ഇസ്ലാമിൽ നിന്ന് പോകാനും. ഇനി ഗർവാപ്പസി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും ഒരാൾക്ക് നിർബന്ധിതമായിട്ട് ഒരാൾ പറഞ്ഞു മുസ്ലിം അല്ല, ആൾക്ക് ഇസ്ലാം ഇഷ്ടപ്പെടില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മക്കയിൽ പിടിച്ചു വെച്ചില്ലേ, അമ്മാർ നീ മുസ്ലിമാണ്, കൊല്ലുന്ന. അമ്മാർ ഞാൻ മുസ്ലിം അല്ല, ഓടി, നബിയേ തെറ്റുപറ്റിപ്പോയി നബിയെ. എന്തേ ചോദിച്ചു? ജീവൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല. കൈഫ ഖൽബുക, നിങ്ങളുടെ ഖൽബ് എങ്ങനെയുണ്ട്? മുത്മഇന്നുൻ ബിൽ ഈമാൻ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു നബിയെ. മതി അമ്മാർ, ഒരു കുഴപ്പമില്ല. ഇതാ വിഷയം. 5 ലക്ഷം 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പോയി, ഇസ്ലാം തന്നെ പോയി, നരകത്തിലേക്ക് പോയി. അതല്ല, പേടിച്ചിട്ടാണ് പറഞ്ഞത്, ഇവര് കൊല്ലോ എന്തിനും ചെയ്യോ, ഇസ്ലാം ഒന്നും പോണില്ല. ഇസ്ലാമിക്ക് വരലും അങ്ങനെ പേടിപ്പിച്ച് കലിമയില്ല, മുസ്ലിം ആവില്ല. മനസ്സുകൊണ്ട് ചെല്ലണം, മനസ്സുകൊണ്ട് ചെല്ലണം. മുസ്അബ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് ഇസ്ലാം പറഞ്ഞെടുത്തപ്പോഴേ മുസ്ലിം എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടതെന്ന് അടുത്ത ചോദ്യം. ആ സ്വഹാബിയാണ് അന്നൊരിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിലുള്ള കുതിര ചാടാൻ തുടങ്ങി. ചാടുകയാണ്. വീടിൽ ചെറിയ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട്. അന്ന് അങ്ങനെയാണ്, ഒരു റൂം കുതിരക്ക്, അന്ന് കാര്യം ഒരു റൂം അപ്പാക്കും കുട്ടിയും കിടക്കാൻ, അന്ന് അത്രയല്ലേ ഉള്ളൂ. ഇപ്പുറത്ത് നിന്ന് ഖുർആൻ ഓതുമ്പോ ചെറിയ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട്, അതിനപ്പുറത്ത് കുതിരയെ കെട്ടിയിട്ടുണ്ട്. അന്നത്തെ കാർ പാർക്കിംഗ് അതാ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ കുതിര ചാടുകയാണ്, ഭയങ്കര ചാട്ടം. ഖുർആൻ ഓതി പുറത്തു വന്ന് നോക്കുമ്പോ കുതിര ശാന്തമാണ്. പിന്നെയും പോയി ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു രണ്ടാമത് ഓതുമ്പോൾ കുതിര ഇങ്ങനെ ചാടുന്നു, വല്ലാത്ത ചാട്ടം. അത് കുഞ്ഞിനെ ചവിട്ടുമോ എന്ന് പേടിച്ച് പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെ കണ്ടു, ഒരു മേഘം ഇങ്ങനെ താഴ്ന്നു വന്നിരിക്കുന്നു ഭൂമിയിലേക്ക്. ആ മേഘത്തിൽ ആയിരക്കണക്കിന് വിളക്കുകൾ മെഴുകുതിരി കത്തിച്ച പോലെ. ബഹുമാനപ്പെട്ടവരിങ്ങനെ ഖുർആൻ നിർത്തി ഇങ്ങനെ നോക്കിയപ്പോ അത് മേലോട്ട് മേലോട്ട് കയറി പോകുന്നത് ഇങ്ങനെ കണ്ടു. നേരം വെളുത്തപ്പോ ഓടി വന്നു, ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഇങ്ങനെ സംഭവിച്ചു നബിയേ, എന്റെ കുതിരക്ക് വല്ലാത്ത ചാട്ടം. ഞാൻ ഖുർആൻ ഓതുമ്പോ ഞാനിങ്ങനെ രണ്ടാമതും ഖുർആൻ തുടങ്ങിയപ്പോ ചാട്ടം കൂടി, നിർത്തുമ്പോ കുതിര ശാന്തമാണ്. പുറത്തു വന്നപ്പോൾ ഇങ്ങനെ ഒരു മേഘം കണ്ടു നബിയെ, ഒരുപാട് വിളക്കുകളുള്ള ഒരു മേഘം ഇങ്ങോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു നബിയെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ ഖുർആൻ മനോഹരമായി ഓതിയപ്പോൾ ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മാലാഖമാർ സമാധാനവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. നിങ്ങളുടെ ഖുർആനിന്റെ വചനം കേൾക്കാൻ നിങ്ങൾ നിർത്തിയപ്പോൾ അത് മേലോട്ട് ഉയർന്നു പോയി. നേരം വെളുക്കുന്നവരെ നിങ്ങളെങ്ങാനും ആ ഓത്ത് തുടർന്നിരുന്നുവെങ്കിൽ ജനങ്ങൾ വീടുന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് വന്നാൽ മാലാഖമാർ കടന്നു വന്ന ആ വിളക്കും കൂട്ടമുള്ള മേഘം ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് പച്ചയിൽ കാണാമായിരുന്നു. സൈദേ, നിങ്ങൾ നിർത്താതെ ഓതിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ ആ സ്വഹാബിയാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാല മുസ്ലിമായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. നല്ലൊരു വാക്ക് പറഞ്ഞു, ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇരിക്കോ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടതോടെ ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ആ കേട്ടതാണ് സുബ്ഹാനല്ലാഹ്.
മഹാനായ ഈ ഉസൈദ് ഇബ്നു ഹുദൈർ പറഞ്ഞു, മുസ്അബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ആ ആളെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, അൻസാരിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുസ്അബേ, സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ്, മഹാനായ ആ സഅദ് എങ്ങാനും മുസ്ലിമായാൽ മദീനക്കാർ മുഴുവൻ മുസ്ലിമാകും. മുസ്അബേ, നിങ്ങൾ സഅദിനോടൊന്ന് പോയി പറയോ ഇസ്ലാമിനെ കുറിച്ച്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു വരുന്നതിന്റെ മുമ്പേ ഉസൈദ് റളിയല്ലാഹു അൻഹു ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു തുടങ്ങി. യാ അല്ലാഹ്, മഹാനായ ഈ സ്വഹാബി മുസ്ലിമാവാൻ പോകുന്നതിന്റെ മുമ്പ് ഒരൽപ്പം പ്രക്ഷുബ്ധനായി പറഞ്ഞു, ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ മതം മാറിയിട്ട് ഞങ്ങളെ മതം മാറ്റുകയാണോ എന്ന് ചോദിച്ചു. അല്ല സഅദേ, അല്ലാഹു നമ്മളെ പടച്ചത് അവൻ ആരാധിക്കാനാണ്, നമ്മളാണ് ബിംബാരാധന ഉണ്ടാക്കിയത്, നമ്മളിത് ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങളുടെ സ്വന്തം വാപ്പയല്ല നിങ്ങളുടെ വാപ്പ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാപ്പയല്ലാത്ത ഒരാളെ വാപ്പ എന്നൊരാൾ വിളിച്ചാൽ നിങ്ങൾക്കത് പൊറുക്കുമോ? നിങ്ങളെ പടച്ച അല്ലാഹു രക്ഷിതാവ് അല്ലാഹു ആയിരിക്കെ അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം നിങ്ങൾ മറ്റൊരാളെ നിങ്ങളുടെ ദൈവമായി അംഗീകരിച്ചാൽ അല്ലാഹു അത് പൊറുക്കുമോ? സാധാരണ പറഞ്ഞ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവർ പണി ചെയ്തു, നേരെ ചെന്നു മുസ്അബ് തങ്ങളുടെ അടുത്തേക്ക്. ഉസൈദ് എന്നവരെ, മുസ്അബേ, നീ ഒന്ന് പോയി പറഞ്ഞു നോക്ക്. മുസ്അബ് തങ്ങളെ കണ്ടപ്പോഴും സഅദ് റളിയല്ലാഹു അൻഹു ദേഷ്യമാണ്. അപ്പോ മുസ്അബ് തങ്ങൾ ഇതേ വാക്ക്, ഒന്നിരിക്കല്ലേ, ഒന്നിരിക്കോ, നിങ്ങളൊന്നിരിക്കോ, നമുക്കൊന്ന് കേൾക്കാം, ഞാൻ പറഞ്ഞുതരാം, ഇഷ്ടപ്പെട്ട് എടുത്തോളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കിയൊന്നും പറയില്ല. അങ്ങനെ ഇരുന്ന ഇരുത്തത്തിലാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഅദ് തങ്ങളും ചോദിച്ച ചോദ്യം, മുസ്ലിമാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ മുഅ്മിനേ, ഒറ്റ ചോദ്യം. നമ്മളെ പള്ളിക്ക് ഒരാൾ വന്നു എന്ന് വിചാരിക്കാം, ഉസ്താദേ മുസ്ലിം ആവണം, സന്തോഷല്ലേ? സന്തോഷം വന്നു വിചാരിക്കുക. സന്തോഷിന്റെ കുടുംബം ഇവിടെയാണോ, കോട്ടപ്പുറത്താണോ? അല്ല, എവിടെയാണ്? തിരുവനന്തപുരം, ചെറുവത്തൂര്, അടുത്തന്നെയാണല്ലോ. ഒരു കേക്ക് പോയി വയ്ക്കൂടെ? പറയാറല്ലേ? സന്തോഷം വന്നു. എൻ്റെ ആഗ്രഹം, എൻ്റെ സന്തോഷം വന്നു മുസ്ലിമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. കുറച്ച് പഠിച്ചോട്ടെ, പഠിച്ച സമയത്തോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, സന്തോഷം വരികയാണ് പള്ളിയിൽ ഉസ്താദ്, നമ്മളെ ഈ ഉസ്താദന്മാരൊന്നല്ല, പള്ളി വേറൊരു ഉസ്താദാണ് പള്ളിയിൽ എന്ന് വിചാരിക്കാം. ഉസ്താദ് എന്താ പറയാ, പൊന്നാര സന്തോഷം, ഞമ്മക്കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വരില്ലേ, ഇവിടെ കുഴപ്പമുണ്ടാകും, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വരില്ല, നിങ്ങൾ വല്ല പൊന്നാനിക്കോ വല്ല കോഴിക്കോട്ടുക്കോ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കില്ലേ, ഇങ്ങനെ നമ്മൾ പറയണത് അല്ലേ? നമുക്കൊന്ന് കെലിമലി കൊടുക്കാൻ വയ്യ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പച്ച മലയാളത്തിലും അറബിയിലൊന്ന് ചൊല്ലിക്കൊടുത്ത് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ നമുക്കും വയ്യ, നമ്മുടെ ഉസ്താദന്മാർക്കും വയ്യ, ആർക്കും ധൈര്യമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി 3 ദിവസം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ 10 സഹാബിമാരില്ലേ, അശറത്തുൽ മുബശ്ശരീൻ, ആ 10ൽ 6 പേര് മുസ്ലിമായത് 3-ാം ദിവസം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. നമ്മൾ 30 കൊല്ലം ജീവിച്ചില്ലേ, 40 കൊല്ലം ജീവിച്ചില്ലേ, ഒരാളെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളോട് പറ്റിയിട്ടുണ്ടോ? നമ്മളല്ല 10 വർഷം നിന്ന് അങ്ങനെ ജീവിക്കുന്നുണ്ട് അല്ലേ? ഒരാളെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കുന്നത്? നമ്മുടെ പള്ളികളിൽ സൗകര്യമില്ല, നമുക്ക് അവർ ഏറ്റെടുക്കാൻ ധൈര്യമില്ല, പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? മൂത്രപ്പര പൂട്ടിക്കുന്ന ഏർപ്പാട് ഇവിടെ ഇല്ലല്ലോ, കക്കൂസൊക്കെ പൂട്ടിക്കുന്ന ഏർപ്പാട്. ഒരു ഉപകാരവും നടക്കൂല. ടോയ്ലറ്റ് പൂട്ടിക്കുന്ന കാലാണ്, ആമത്തായിട്ട് പൂട്ടി പോവുക. പള്ളിക്ക് വരുന്നൊരു സാധുവിനെ മൂത്രയ്ക്കാൻ പോകണം, ആ ഉപകാരം വരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ വയ്യ. പണ്ടത്തെ കാലത്ത് വൃത്തിയാക്കാൻ പറ്റാത്ത കാലമായിരുന്നു. നമ്മുടെ മൂത്രപ്പരയിൽ വന്നിട്ട് ഒരാൾക്ക് മുസ്ലിം ആവാൻ തോന്നണമെന്നാണ് ഞാൻ പറയണത്. എങ്ങനെയാണെന്നറിയോ? മൂത്രപ്പരി വന്നാൽ നാറ്റുണ്ടാവരുത്. മുസ്ലിമീങ്ങൾക്ക് എന്തൊരു വൃത്തിയുണ്ട്, ഇവരെ ടോയ്ലറ്റ് കണ്ടില്ല എന്തൊരു വൃത്തി, ഇതാ ഒരു അമുസ്ലിം പറയേണ്ടത്. പണ്ട് തമാശ പറയുങ്ങനെ, നല്ല മണിനാദവും സംഗീതവും കേട്ടാൽ മനസ്സിലാക്കിക്കോ, അവിടെ ക്രിസ്ത്യാനിന്റെ ഒരു ചർച്ച് ഉണ്ട് അല്ലേ, നല്ല പാലപ്പൂവിന്റെ മണമുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവിടെ അമ്പലമുണ്ട്. പിന്നെ നല്ല മൂത്രമണം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് പള്ളിയാണ് അല്ലേ? എന്തേ നമ്മളൊക്കെ ഇങ്ങനെയായി പോയത്? എന്തേ നമുക്ക് വൃത്തിയില്ലാതായി പോയത്? എന്തേ നമ്മുടെ പള്ളിയിലെ മൂത്രപ്പുര വൃത്തിയാക്കാത്തത്? ഒരാള് വന്നിട്ട് നമ്മൾ പഠിപ്പിക്കണില്ലേ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി
വൃത്തി, നമ്മളെ ടോയ്ലറ്റ് വൃത്തി ഉണ്ടാവില്ല, ഇവിടെ പാട്ടി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, കഴുകിയിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു വൃത്തി കണ്ടിട്ട് തോന്നണം, അല്ലാഹ് മുസ്ലിമീങ്ങൾക്ക് ഇത്ര വൃത്തി ഉണ്ടോ, അവരുടെ ദീൻ ഇത്ര സുന്ദരാണോ, ഞാൻ മുസ്ലിം ആവട്ടെ. നമ്മുടെ മൂക്ക് പൊത്തി ഓടും അല്ലേ കേരളത്തിൽ വന്നാൽ. ഇങ്ങനെയല്ല നമ്മളാവേണ്ടത്. ചെറിയ വിഷയങ്ങളാണ്, പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ശ്രദ്ധിക്കണം, മുസ്ലിം ആവാം. ഒരു ചെറുപ്പക്കാരനല്ല, 60 വയസ്സുള്ള ഒരാൾ വന്നു, ഒരു പള്ളിയിലേക്ക് വന്നു. അയാൾ മുസ്ലിമായി. പക്ഷെ 60 വയസ്സുള്ള ആൾ വന്നിട്ട് പറഞ്ഞു, അയാൾ ഹിന്ദുവായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് മരണത്തിന്റെ മുമ്പ് ഖുർആൻ മനോഹരായിട്ടൊന്ന് ഓതാൻ ആഗ്രഹമുണ്ട്, എനിക്കാരെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു തരുമോ? ഒരു ഉസ്താദ് ചോദിച്ചു, എത്ര വയസ്സായി? 60. എന്തേ ആദ്യത്തെ പേരെന്തേന്ന്? കുട്ടികൃഷ്ണൻ. ഇപ്പോഴോ? ബിലാൽ. 60 വയസ്സായില്ലേ? നിങ്ങൾക്ക് അലിഫും ഭാവം താവും തലേ കയറില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾക്കൊന്ന് ഖുർആൻ ഓതാൻ കഴിയില്ല. ഈ മനുഷ്യരാണെങ്കിലോ ഖുർആൻ പഠിക്കാൻ വലിയ ആഗ്രഹം. അടുത്ത പള്ളിയിൽ പോയി, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞവരെ കാത്തുന്നു. ആ ഉസ്താദിനെ കണ്ടു, ഉസ്താദെ എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരൂ, എനിക്ക് മരണത്തിന് മുമ്പൊന്ന് ഖുർആൻ ശരിക്കും ഓതണം, എനിക്ക് അറബി ഒന്ന് പഠിപ്പിച്ചു തരൂ. ആ ഉസ്താദ് പറഞ്ഞു, വയസ്സായില്ലേ, നിങ്ങളെ കൊണ്ടത് കഴിയോ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. 3, 4, 14 ഉസ്താദ്മാരെ കണ്ടു. അതിൽ ഒരാൾ നല്ല മനുഷ്യൻ. ആ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പഠിക്കണോ, ഞാൻ പഠിപ്പിച്ചു തരാം. അൽഹംദുലില്ലാഹ്, അങ്ങനത്തെ ഒരു കിട്ടേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. ഞാൻ പഠിപ്പിച്ചു തരാം. പഠിപ്പിച്ചു. 4 മാസം കൊണ്ട്, അത്ഭുതം കേൾക്കണം, 4 മാസം കൊണ്ട് ഇയാൾ അറബി പഠിച്ചു മാത്രമല്ല ഖുർആൻ മനോഹരമായി ഓതാൻ പഠിച്ചു. മനോഹരമായിട്ട് ഖുർആൻ ഓതി. അങ്ങനെ അദ്ദേഹം 70 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാകുമ്പോൾ മരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഒഴിവാക്കി. അള്ളാഹു ഏറ്റെടുത്തതിന് എന്തിനാ എനിക്ക് കുടുംബം, അങ്ങനെ ചിന്തിച്ച ആളാണ്. അള്ളാഹുവിനെ ഏറ്റെടുത്തില്ലേ, എനിക്ക് പിന്നെ എന്തിനാ എൻ്റെ കുടുംബം, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ ഖുർആൻ ഓതിയിട്ടാണ് മരിക്കുന്നത്. അതിൽ അത്ഭുതം, അയാൾ ഓതിയ സൂറത്തു അബസ. എന്താണ് ഓതിയ സൂറത്തു അബസ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكر ഫതൻഫഅഹു الذിക്റാ. അബസ, അവരെ മുഖം ചുളിച്ചുവല്ലോ, വതവല്ല, അവരെ മുഖം തിരിച്ചു കളഞ്ഞല്ലോ, അൻജാഅഹുൽ അഅമാ, കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ വന്നപ്പോ അവര് മുഖം തിരിച്ചില്ലേ. നബിയെ, എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി വന്നപ്പോൾ, നബിയെ, ഖുറൈശികളായ മുസ്ലിമീങ്ങളല്ലാത്തവർ ഇരുന്നു കൊണ്ടിരിക്കെ, ആ വിഐപികളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, ഒരു വിശ്വാസിയെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്നത് ശരിയായില്ല നബിയെ. ഇയാൾക്ക് സന്മാർഗം സിദ്ധിക്കുമെന്ന് അങ്ങ് അറിഞ്ഞില്ലേ? ഈ വിഐപികളോ വെറുതെ അങ്ങയുടെ സമയം കളയാൻ വന്നതാ നബിയെ എന്ന് ഖുർആൻ താക്കീത് ചൊല്ലുന്ന ഭാഗമാണ് സൂറത്തു അബസ. എന്താണ് പറയുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എന്തുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ കൊണ്ട് അത് ചൊല്ലിപ്പിച്ചു? ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നില്ലേ, നിങ്ങളെ മുഖം തിരിച്ചില്ലേ? എനിക്കൊന്ന് ഖുർആൻ ഓതി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ നിങ്ങൾ ആരും എനിക്ക് പഠിപ്പിച്ചു തന്നില്ലല്ലോ, നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എന്നെ നിങ്ങൾ ആട്ടിവിട്ടില്ലേ എന്ന് അദ്ദേഹം വ്യംഗ്യമായി പറയുന്ന പോലെ. അതല്ലേ ഈ സൂറത്തിന്റെ ആശയം? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി നബിന്റെ മുമ്പിലേക്ക് വന്നു. അന്ന് ഖുറൈശികൾ ഡിമാൻഡ് വെച്ചു, അബൂജഹലും കൂട്ടരൊക്കെ, ഞങ്ങൾ ഇരിക്കുമ്പോൾ കണ്ണോട്ടന്മാരെ അടിമകൾ ഇവരൊന്നും വരരുത്, അവരില്ലാതെ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരുമോ, ഞങ്ങൾ മുസ്ലിം ആവാം. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കണ്ണ് കാണാതെ, നബിയെ എന്റെ സീറ്റ് എവിടെ? നബി ഒന്ന് നബിക്ക് വിഷമായി. ഇയാൾ വന്നാൽ ഇവർക്ക് ഓൾറെഡി ഈമാൻ കിട്ടിയിട്ടുണ്ട്, ഈമാൻ കിട്ടാത്ത ആളുകളാണ് മുമ്പിലുള്ളത്, ഇവർ രക്ഷപ്പെടണമെന്നാണ് നബി വിചാരിച്ചത്. പക്ഷെ അല്ലാഹു പറഞ്ഞു, വിട്ടേക്ക് നബിയെ, അവർ അഹങ്കാരികളാണ്, അവർക്ക് ഇസ്ലാം വേണ്ട, അവർക്ക് തിരിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ, ഞങ്ങളുടെ വാപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കഴിഞ്ഞത്. അത് പറഞ്ഞവരാ അമുസ്ലിമീങ്ങളായ മക്കക്കാർ. വിട്ടേക്ക് നബിയെ, ഈ പാവപ്പെട്ട കണ്ണ് കാണാത്ത ആള് വന്നപ്പോ അബസ, എന്തിന് മുഖം ചുളിച്ചു, എന്തിനങ്ങ് മുഖം തിരിച്ചു കളഞ്ഞു? വച്ചവല്ല. ഈ സൂറത്ത് ഊതിയിട്ട് മരിച്ച മഹാനാണ് ആ മുസ്ലിമായ മനുഷ്യൻ. ഓർക്കണം, നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ എന്താ ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കും. എന്ത് ചെയ്തു എന്ന് ഒരായത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തിനാ നമ്മൾ ജീവിച്ചത്? എന്താ അതുകൊണ്ട് കാര്യം ഉണ്ടായത്?
മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയെ കിട്ടി. മുസ്അബ് തങ്ങൾക്ക് ഒരു സ്വഹാബിയെ കിട്ടി. അത് മഹാനായ സ്വഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് മുസ്ലിമായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ഉസൈദ് ബിൻ ഹുദൈർ തങ്ങൾ സഅദ് തങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. സഅദ് തങ്ങൾ മുസ്ലിം ആവാൻ ഇരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? പോയി കുളിച്ചു വരൂ, ശഹാദത്ത് കലിമ ചൊല്ലിക്കോളൂ. ചൊല്ലി സഅദ് തങ്ങൾ നേരെ പോകുന്നു തന്റെ തറവാട്ടിലേക്ക്. ബനു അബ്ദുൽ അശ്ഹൽ അവരോട് പറഞ്ഞു, കൂട്ടരെ എന്നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ നേതാവാ, നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ മുസ്ലിം ആവാതെ നിങ്ങൾ ആരോട് മുണ്ടെന്നെ വേണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അൻസാരികളായ ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രത്തിലെ ആണും പെണ്ണും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചും മുസ്ലിമീങ്ങൾ അവിടെ ശിർക്കിന്റെ കോലങ്ങൾ ഒഴിവാക്കിയും നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കാഴ്ചയാണ്. ആർക്കാണ് ഇതിന്റെയൊക്കെ കൂലി കിട്ടുന്നത്? ഇത് തുടങ്ങി വെച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ സിദ്ദീഖ് തങ്ങൾക്ക് മൂന്നാമത്തെ ദിവസമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 6 പേരെ 10 പേരെ അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തത്. ഒറ്റ വാക്കിലൂടെ തങ്ങൾ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്ത ആ 10 പേരിൽ 6 പേരും മുസ്ലിമായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലെ. അവരൊക്കെ ചെയ്യുന്ന അമലിന്റെ കൂലി സിദ്ദീഖ് എന്നവർക്ക് കിട്ടൂലേ? അവർ കാരണം ആരൊക്കെ മുസ്ലിമായി, ആരൊക്കെ നന്മ ചെയ്തു, ആ കൂലി അവർക്ക് കിട്ടൂലേ? നമുക്ക് എണ്ണം കൂട്ടാനുള്ളതല്ല ഇസ്ലാം. ആളുകളെ ഇസ്ലാമിലേക്ക് എണ്ണം കൂട്ടണ്ട. ഓരോരുത്തർക്കും മരിച്ചു പോയാൽ രക്ഷപ്പെടണം, ദുനിയാവിലും രക്ഷപ്പെടണം. ഇതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കലാണ്. കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യൻ ഒരു പൊട്ട കിണറ്റിലേക്ക് നടന്നു പോകുമ്പോ 2 കണ്ണുമുള്ള ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ? കണ്ണ് കാണുന്ന ഒരാൾ വീഴല്ലേ എന്ന് പറഞ്ഞ് ആ കിണറ്റിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ആ അന്ധന്റെ വടി പിടിച്ച് കൈ പിടിച്ച് കിണറ്റിലേക്ക് പോകാതെ അയാളെ വഴി നടത്തുന്ന പോലെയാണ് ഒരു മുസ്ലിമിന് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിനെന്ത് വേണം? കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. നിബിതങ്ങൾ മക്കയിലേക്ക് മക്കം ഫതഹിന് വരുന്നു. മക്കം ഫതഹിന് വരുമ്പോ മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല. മക്കയുടെ നേതാവാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വന്നു നബിയുടെ ടെന്റിലേക്ക്. മക്കയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് സ്വഹാബികളോട് മുഴുവൻ നബി പറഞ്ഞു, ഓരോരുത്തരും 10,000 സ്വഹാബികളാണ്, 10,000 പേരോടും പറഞ്ഞു, മരുഭൂമിയിൽ വിട്ടുവിട്ട് നിന്നിട്ട് ഓരോരുത്തരും രാത്രി ഒരു വിളക്ക് കത്തിച്ചു വെക്കണം എന്ന് പറഞ്ഞു. വിളക്ക് കത്തിക്കണം. മക്കക്കാര് കുഞ്ഞും പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. 10,000 വിളക്കുകൾ അവർ ഉറപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ സംഖ്യ മില്യൺ കണക്കിനാണെന്ന്. ഒരു വിളക്കിനടുത്ത് മിനിമം 10 ആൾ കാണുമെന്ന് അവർ വിചാരിച്ചത്. സംഗതി ഓരോ സഹാബിയോടും ഒരു വിളക്ക് കത്തിക്കാനാണ് നബി പറഞ്ഞത്. അതൊരു സ്ട്രാറ്റജി ആയിരുന്നു നബിയുടെ. പേടിച്ചു. നമുക്ക് ഒരിക്കലും പ്രതിരോധിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ എന്നവര് നബിന്റെ ടെന്റിലേക്ക് വരിക. അവിടെ അങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇനിയും മുസ്ലിം ആവാനായിട്ടില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കഴുത്തുന്ന തല കണ്ട് പോകുമ്പോഴായിരിക്കും അവർക്ക് ബോധ്യപ്പെടുക, അതുവരെ ബോധ്യപ്പെടൂല എന്ന് പറഞ്ഞു. അതിൽ നബി പറഞ്ഞു, ഉമർ അങ്ങനെ പറയരുത്. It may take a long time for someone to believe. ഒരാൾക്ക് മുസ്ലിം ആവാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. ഒരാൾക്ക് ഒരുപാട് സമയമെടുത്തെന്ന് വരും. അതുകൊണ്ട് കുറ്റം പറയരുതെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കാണ് പറഞ്ഞപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞു, under no compulsion I testify there is no God but Allah and Muhammad is the messenger of Allah sallallahu alaihi wasallam. ഒരു ബാഹ്യ പ്രേരണയുമില്ലാതെ, ഒരു സമ്മർദ്ദവുമില്ലാതെ ഞാൻ പറയട്ടെ, ഞാൻ ഷഹാദത്ത് ചൊല്ലുകയാണ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ മുസ്ലിമായി അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല. പ്രകാശം അല്ലാഹു നൽകുന്ന പ്രകാശമാണ്. ആ പ്രകാശം ജന്മം കൊണ്ട് കിട്ടിയാൽ ഭാഗ്യമുള്ളവരാ മുസ്ലിമീങ്ങൾ. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. തിന്മ ചെയ്ത് നഷ്ടപ്പെടുത്തരുത്. കണ്ണിനെ ഹറാമിലേക്ക് നോക്കി നഷ്ടപ്പെടുത്തരുത്. മോശപ്പെട്ട ചിന്തിച്ച് നഷ്ടപ്പെടുത്തരുത്. മലിനപ്പെടുത്തി കളഞ്ഞേക്കരുത്. വലിയ സ്വത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കിട്ടിയ ഈമാനിന്റെ വില എത്രയാണെന്ന് അറിയണമെങ്കിൽ പടിഞ്ഞാറ് ആഫ്രിക്കയിലും അങ്ങ് യൂറോപ്പിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും കാനഡയിലും മുസ്ലിമായി കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവിടുത്തെ വൈറ്റ്സ്, അവിടുത്തെ ഒറിജിനൽ തൊലി വെളുത്ത നിറമുള്ള ആ നാട്ടിലെ ഒറിജിൻ ആംഗ്ലോ സാക്സൻസും അല്ലാത്തവരുമായ ആളുകൾ, ആഫ്രോ അമേരിക്കൻസ് ഒക്കെ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇതിന്റെ വിലയെന്ന് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. മുസ്ലിം പിന്നെ
why British girls embracing Islam. BBC ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പെൺകുട്ടികൾ ഈ സർവ്വതോന്യാസം നടത്തി ശരീരം മുഴുവൻ കാണിച്ചു നടക്കുന്ന ഈ പെൺകുട്ടികൾ എന്തിനാണ് ഹിജാബ് ധരിക്കാൻ ഇഷ്ടപ്പെട്ട് മുസ്ലിമാകുന്നത്? അവർ പഠനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പഠിച്ചു നോക്കി. നമുക്ക് ഇതിന്റെ വില അറിഞ്ഞിട്ടില്ല. നമ്മൾ ജന്മന കിട്ടിയപ്പോഴേ അങ്ങനെയാണ്. വാപ്പ കുറെ സമ്പാദിച്ചു വെച്ച പൈസ കൈ കിട്ടുമ്പോ വാപ്പ അധ്വാനിച്ചതിന്റെ വില മക്കൾക്കറിയില്ല എന്നതുപോലെ വാപ്പയിലൂടെ ഇസ്ലാം ജന്മം കൊണ്ട് കിട്ടിയവരാ നമുക്കതിന്റെ വില അറിഞ്ഞിട്ടില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അൽ കലിമത്തു ത്വയ്യിബ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാ തുതി ഉകുലഹാ ബിഇذن റബ്ബിഹാ كذلك يضرب الله الأمثال للناس. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ويضرب الله الأمثال للناس لعلهم يتذكرون. صلوا على النبي محمد. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഒന്ന് അർ-റഖാബ, അല്ലാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ സാമീപ്യത്തെ കുറിച്ചുള്ള ബോധം. മറ്റൊന്ന് നമ്മുടെ വാക്കുകൾ കലിമത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല വാക്കുകൾ, സൗമ്യമായ വാക്കുകൾ, അനാവശ്യമായ വാക്കുകൾ വരാതിരിക്കുന്നത്, ഏറ്റവും നല്ല പദപ്രയോഗങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് സമ്മാനിച്ചു കിട്ടാൻ കാരണമായ മുബാറക് എന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചരിത്രവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു നമ്മെ ഏറ്റവും നല്ല സമൂഹമാക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല സമൂഹം. നമ്മൾ ജനങ്ങൾക്ക് സാക്ഷി പറയേണ്ടവരാണ്. എങ്ങനെ? നാളെ അവിശ്വാസികൾ പരലോകത്ത് വന്ന് പറയുമെന്നാണ്, പഠിച്ചവനെ ഇസ്ലാം ഞാൻ കേട്ടിട്ടേ ഇല്ല, ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. شهداء على الناس وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. നിങ്ങളെ ഞാൻ ഇങ്ങനെ മധ്യമ സമുദായമാക്കി. നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളല്ല, നമ്മൾ മധ്യത്തിലാണ്. ആ മധ്യമ സമുദായം എന്ന് പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ മധ്യത്തിൽ. സൂറത്തുൽ ബഖറയിലെ 286 ആയത്തുള്ള സൂറയിലെ 143 ആയത്തിലെ അല്ലാഹു നിങ്ങളെ ഞാൻ മധ്യമ സമുദായമാക്കി എന്ന് പറഞ്ഞ ഭാഗം, അത് ഖുർആന്റെ ഒരു അത്ഭുതമാണ്. മധ്യത്തിൽ കൊണ്ടുപോയിട്ട് വസത്തൻ, മധ്യം എന്ന വാക്ക് കിടക്കുന്നത് സൂറത്തുൽ ബഖറയുടെ മധ്യത്തിലാണ്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷി പറയും. ജനങ്ങൾക്കെതിരെ എന്താ പറയാ? അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റബ്ബേ, അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. റബ്ബേ എന്റെ കൂട്ടുകാരൻ ഞാൻ ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അവൻ മുസ്ലിമാവാൻ. നമ്മൾ വന്നത് ഇതിനാണ്. ലോക മനുഷ്യരെ അല്ലാഹുവിനെയും സൃഷ്ടാവിനെയും പരിചയപ്പെടുത്തി നമ്മൾ വന്നത് ഇതിനാണ്. നമ്മൾ വന്നത് വരണ്ടാക്കാനോ ബിസിനസ് ഉണ്ടാക്കാനോ അല്ല. അതിന്റെ സബോർഡിനേറ്റ് കേസാണ്. നമ്മുടെ മെയിൻ, നമ്മുടെ പ്രയോറിറ്റി അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിക്കലും അത് പരിചയപ്പെടുത്തി കൊടുക്കില്ല. ഇത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് കച്ചവടം, കുട്ടികളെ കെട്ടിക്കാനും വരണ്ടാക്കുക, ഇതിനാ പാകെ ജീവിക്കുന്നത്. ജീവിക്കാൻ വിട്ടത് അല്ലാഹു ഇതിനല്ല വിട്ടത്. ജീവിതത്തിൽ ഇത് അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾ ചെയ്തോ. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് സാക്ഷി പറയണം. ويكون الرسول عليكم شهيدا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കും സാക്ഷി പറയും. അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികളോട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നബി സാക്ഷി പറയും, നമ്മുടെ സമൂഹങ്ങൾക്ക് സാക്ഷി പറയും, നമ്മൾക്കെതിരെ നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും, നമുക്കെതിരെ ഭൂമി സാക്ഷി പറയും. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها. അന്നത്തെ ദിവസം, നാളെ പരലോകം, ഈ പ്രപഞ്ചത്തെ അല്ലാഹു നശിപ്പിക്കുകയും മരിച്ചുപോയ മുഴുവൻ ആളുകളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഈ ഭൂമിയെ തന്നെ പോലെ മറ്റൊരു ഭൂമി അല്ലാഹു പടക്കുകയും ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അന്നത്തെ ദിവസം ഭൂമി സംസാരിക്കും. ഭൂമിയുടെ വർത്തമാനങ്ങൾ. സ്വഹാബത്ത് ചോദിച്ചു, വമാ
അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, നബിയേ എന്തൊക്കെയാണ് ഭൂമിയുടെ സംസാരം? ഭൂമി വന്ന് പറയും, അല്ലാഹുവേ ഞാനെന്ന എന്റെ ഭൂമി, എന്റെ ഭാഗത്ത് ഇന്നാലിന്ന റൂമിലെ ഇന്നാലിന്ന ബിൽഡിങ്ങിലെ ഇത്രാം നമ്പർ ഫ്ലാറ്റിലെ ഇത്രാം ലെവലിൽ വെച്ച് ഇന്ന സമയത്ത് വെച്ച് ഇന്ന തെറ്റുവൻ ചെയ്തിട്ടുണ്ട് പടച്ചവനെ. ഭൂമി പറയും, അല്ലാഹ് എന്നിൽ ഇന്നാലിന്ന രാജ്യത്ത് ഇന്ന ജില്ലയിലെ ഇന്ന മണ്ഡലത്തിലെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന സ്ഥലത്തുള്ള ഒരു ബാറിൽ വന്ന് ഇവിടെ വെച്ചവൻ കള്ളു കുടിച്ചിട്ടുണ്ടല്ലാ. നമ്മൾ നിഷേധിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസമാണ് ഖിയാമത്തിന്റെ ദിവസമെന്ന് അല്ലാഹു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ സൂറത്തുൽ സിൽസിലയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മുസ്ലിമായ ഒരാൾ മരിച്ചാൽ, മുഅ്മിനായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എവിടെയൊക്കെ സുജൂദ് ചെയ്തിട്ടുണ്ടോ ആ സുജൂദ് ചെയ്ത സ്ഥലങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് പറയും, അല്ലാഹുവേ നീ ഇയാളെ ശിക്ഷിക്കരുതേ, അവൻ എന്റെ മീതെ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് സുജൂദ് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്ന സ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക. എന്തിനെന്നറിയോ? സുന്നത്ത് നിസ്കരിച്ച സ്ഥാനങ്ങൾ, സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ വർദ്ധിക്കാനാണ്. ഇതൊക്കെ വെച്ച് അല്ലാഹു സാക്ഷി പറയും, പടച്ചോനെ ഇവൻ സുജൂദ് റബ്ബേ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയേക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്ഥാനം മാറി നിസ്കരിക്കണം. ഒരു സ്ഥലത്ത് തന്നെ നിസ്കരിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല, നല്ലത് കൂടുതൽ സ്ഥലങ്ങളിൽ നിസ്കരിക്കലാണ്. പള്ളിയുടെ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണ്. അതിന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫർദിന്റെ സ്ഥലത്തല്ല സുന്നത്ത് നിസ്കരിക്കുന്നത്, ഒന്ന് മാറപ്പുറം അവിടെ തന്നെ നിസ്കരിച്ച ഒരു കുഴപ്പമില്ല. എന്റേതാണ് ഭൂമി സാക്ഷി പറയും, ഭൂമി കരയുമെന്നാണ്. മുഅ്മിനായൊരു മനുഷ്യൻ ഭൂമി മരിച്ചു കഴിഞ്ഞാൽ അയാൾ സുജൂദ് ചെയ്ത സ്ഥാനം അല്ലാഹുവിനെ വെച്ച് കരയും, പടച്ചവനെ ഇനി ഒരിക്കലൂടെ ആ സുജൂദ് അല്ലാഹുവേ എന്റെ നെഞ്ചിൽ വന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, എന്റെ റബ്ബാണ് ഏറ്റവും വലിയവനെന്ന് 3 പ്രാവശ്യം പറഞ്ഞിരുന്ന ആ സുജൂദ് ഇനി എനിക്ക് കിട്ടില്ലല്ലോ പടച്ചവനെ എന്ന് കരയുമെന്നാണ് ഭൂമി ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ. എന്നാലോ അല്ലാഹുവിനെ അംഗീകരിക്കാതെയും അല്ലാഹു പറഞ്ഞത് കേൾക്കാതെയും ജീവിക്കുന്നവർ ആകാശങ്ങളോ ഭൂമിയോ അവർക്ക് വേണ്ടി കരയുകയില്ല. അവർക്ക് വേണ്ടി കരയില്ല, പക്ഷെ മുഅ്മിനു വേണ്ടി കരയും അവർ നഷ്ടമായപ്പോ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ സാക്ഷി പറയുന്നവരാണ്. സത്യവിശ്വാസികളായ മരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് നമ്മളെ പറ്റി നല്ലത് പറയപ്പെടണം. നമ്മളെ സംബന്ധിച്ച് നല്ലത്, മനുഷ്യന്മാര് നല്ലത് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അഭിപ്രായം, അതാണ് വിഷയം. ഇതൊരു വലിയ പാഠമാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ വേറെ പലതും മനസ്സിലാക്കി എടുക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ മാത്രം തരാം. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ ഒരാളെ പറ്റി നല്ല ആള് എന്ന് വിചാരിക്കുന്നുണ്ടോ അയാൾ നല്ല ആളാണ്. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ അല്ലാഹനെ ഭയപ്പെടുന്ന ആളുകൾ ഭൂരിപക്ഷം ഒരാളെ പറ്റി നന്മ പറഞ്ഞിട്ടുണ്ടോ അയാൾ നല്ല ആളാണ്. ബഹുഭൂരിപക്ഷം ഒരാളെ പറ്റി മോശം പറയുന്നുണ്ടോ അയാൾ അല്ലാഹുവിന്റെ അടുത്ത് മോശമാണ്. ഇത് ഇസ്ലാമിന്റെ ഒരു ഖായിദയാണ്, ഒരു ഹദീസാണ് ഇതിന്റെ ആസ്പദം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഒരു ജനാസ കടന്നു പോകുന്ന ഹബീബിന്റെ മുമ്പിലൂടെ, അന്ന ജനാസതൻ മറത് അല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വഹുവ ഫീ നഫരിൻ മിൻ അസ്ഹാബി, നബിയും സ്വഹാബികളും ഇരിക്കുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ കടന്നു പോകുന്നു, മയ്യിത്ത് കൊണ്ടുപോകാണ്. സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, ഫയുസിനി അലൈഹ അന്നാസു ഖൈറാ, എല്ലാവരും പറഞ്ഞു നബിയെ നല്ല ആളായിരുന്നു, നബിയെ നല്ല മനുഷ്യനായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു, ആരെയും ഉപദ്രവിക്കാത്തൊരു നല്ല ആള്, എല്ലാവർക്കും ഉപകാരം ചെയ്ത ആള്, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത ആള്, എല്ലാവരും നന്മ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു വജബത്, നിർബന്ധമായിരിക്കുന്നു. എന്ത് എന്ന് പറഞ്ഞില്ല, വജബത്. അത് കഴിഞ്ഞു പോയി. പിന്നെ കുറച്ചു കഴിഞ്ഞു വൈകുന്നേര സമയം വേറൊരു ജനാസ കടന്നു പോകുന്ന മദീനയിൽ. അവർ പറഞ്ഞു നബിയേ നബിയേ നബിയേ, ആ കൊണ്ടുപോകുന്ന ആള് മോശക്കാരനായിരുന്നു നബിയേ, വളരെ ബുദ്ധിമുട്ടാക്കുന്ന ആളാണ്, ആളുകൾക്ക് വെറുപ്പായിരുന്നു അയാളോട് സംസാരിക്കാൻ, മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയാത്ത ആളായിരുന്നു, വലിയ ദേഷ്യക്കാരനായിരുന്നു, മക്കൾക്കും ദേഷ്യം, ഉമ്മാക്കും ദേഷ്യം, ഭാര്യയ്ക്കും ദേഷ്യം, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. തങ്ങൾ പറഞ്ഞു നിർബന്ധമായിരിക്കും. 2 ജനാസയും കടന്നു പോയി കഴിഞ്ഞു. അവർ ചോദിച്ചു എന്താണ് നബിയെ നിർബന്ധമായത് നബിയെ? 2 പേരെ കുറിച്ച് അങ്ങ് പറഞ്ഞുവല്ലോ വജബത് എന്ന്.
തങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ ജനാസ കടന്നു പോയപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ നല്ല മനുഷ്യനെന്ന്. ആ ജനാസക്ക് ആ മയ്യത്തിന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. രണ്ടാമത്തെ ജനാസ കടന്നു പോയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മോശപ്പെട്ട ആളാണെന്ന്. ആ ജനാസക്ക് നരകം നിർബന്ധമായിരിക്കുന്നു. അൻതും ശുഹദാഉല്ലാഹി ഫീ അർദിഹി. ഈ ഭാഗം ഭയങ്കരമാണ്. അൻതും ശുഹദാഉല്ലാഹി ഫീ അർദിഹി. നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. അല്ലാഹുവിന്റെ സാക്ഷി, അല്ലാഹുവിന് എന്താണോ ഇഷ്ടം അതിന് സാക്ഷി പറയുന്ന നാവുകളാണ് മുഅ്മിനീങ്ങളുടെ നാവുകൾ. അൻതും ശുഹദാഉല്ലാഹി ഫീ അർദിഹി. നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ എന്ന് 2 പ്രാവശ്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം ഏതൊരു പക്ഷത്ത് നിൽക്കുന്നുവോ അത് ഹക്കിന്റെ ഭാഗമാണ്. എന്റെ കാരണം ലാ തജ്തമിഉ ഉമ്മതി അലാ ളലാല. എന്റെ സമൂഹത്തിന് മൊത്തം പിഴവ് സംഭവിക്കൂല. പിന്നെ ഏത് പാർട്ടിക്കും 4 ആളെ കിട്ടാത്ത പാർട്ടിയില്ലല്ലോ, അവരെ പറ്റിയല്ല പറയണത്. ഈ ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം മുഅ്മിനീങ്ങളുടെ അഭിപ്രായം അല്ലാഹുവിന്റെ ലക്ഷണമൊത്ത അഭിപ്രായമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ് മുഅ്മിനീങ്ങൾ പറയാ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നല്ലത് പറയപ്പെടണം. മുഅ്മിനീങ്ങൾ നല്ലത് പറയുന്നവരോട് പക്ഷം നിൽക്കണം, അവരുടെ കൂടെ നിൽക്കണം. മുഅ്മിനീങ്ങൾ വല്ലവരെ പറ്റിയും മോശം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്തെങ്കിലും മോശം അവരിൽ കണ്ടതുകൊണ്ടായിരിക്കുമെന്ന്. പടച്ചവരെ, ഞാൻ അവരോടൊപ്പമില്ല. ഇങ്ങനെ സത്യവിശ്വാസികളോടൊപ്പം മുഅ്മിനീങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവരോടുകൂടെ അങ്ങനെ ജീവിച്ച് നാളെ നമ്മെ സംബന്ധിച്ച് മരിച്ചു പോകുമ്പോൾ മുഅ്മിനീങ്ങൾ നല്ലത് പറയണം. അല്ലാഹു അങ്ങനെ അവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചാൽ ആ നാവ് പറയുന്നത് കാരണം സ്വർഗം നിർബന്ധമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന മഹാനായ പാണക്കാട് തങ്ങളെയാ, മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ സ്മരണകയിൽ ആരൊക്കെയായി എഴുതിയത്? എന്തോ ഒരു അത്ഭുതം. സഖാവ് പിണറായി വിജയൻ വരെ എഴുതിയിട്ടുണ്ട് തങ്ങളെ പറ്റി നല്ല മനുഷ്യനായിരുന്നു. അച്യുതാനന്ദൻ വരെ എഴുതിയിട്ടുണ്ട് നല്ല മനുഷ്യനായിരുന്നു. തങ്ങളോട് ജീവിതകാലത്ത് തങ്ങളെ ചീത്ത പറഞ്ഞിരുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും ലേഖനയിൽ പറഞ്ഞ് നല്ല മനുഷ്യനായിരുന്നു. അതിൽ എഴുതാത്തവരാരുമില്ല. റബ്ബേ, ഇങ്ങനെ എല്ലാവർക്കും നന്മയെ പറയാനുള്ളൂ എങ്കിൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ ഇത് പറയാൻ കഴിയുള്ളൂ. നമ്മളെ പറ്റി നല്ലത് പറയപ്പെടണം. അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂടെ, നല്ലവരുടെ കൂടെ അള്ളാഹു നമ്മാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഖുർആനിൽ നിന്നുള്ള 2 പാഠമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് അർ-റഖാബ, അള്ളാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റബ്ബിന്റെ മുമ്പിലാണ്. ആ പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറഞ്ഞ കഥ, ബഹുമാനപ്പെട്ട മുബാറക് എന്നവരുടെ കഥ, മറ്റു ചരിത്ര സംഭവങ്ങളൊക്കെ ഓർമ്മ വരാം. പിന്നെ പറഞ്ഞത് അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്. നബിയെ വേദനിപ്പിച്ച അറാബിയോട് നബി പെരുമാറിയത്, അങ്ങനെ പെരുമാറാൻ വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ രീതി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ രീതി, മറ്റു കാര്യങ്ങൾ കലിമത്തു ത്വയ്യിബ, നല്ല വാക്കാണ് മുസ്ലിം പറയേണ്ടത്. അങ്ങനെയാണ് നല്ല വാക്കിനെ റബ്ബ് ഉദാഹരിക്കുന്നത്. കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷം പോലെ, അസ്ലുഹാ സാബിതും വഫർഉഹാ ഫിസ്സമാ. അങ്ങനെ നല്ലവരായി നല്ല വാക്ക് പറഞ്ഞ് ജീവിച്ചാൽ നമ്മളെ പറ്റി നല്ലത് പറയപ്പെടും. നമ്മളെ പറ്റി നല്ലത് പറയപ്പെട്ടാൽ നമ്മൾ സ്വർഗ്ഗവാസികളാവും. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അല്ലാഹു നമ്മൾ സ്വർഗ്ഗവാസികൾ ചേർത്ത് തരും. ആമീൻ.